ട്രംപിൻ്റെ മൂട്ടിന് തീയിട്ടിരിക്കുകയാണ് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ വേണ്ടി ഒമാൻ അടക്കമുള്ള രാജ്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം പുറത്തു വന്നു. നരകതുല്യമായിരിക്കുന്ന സ്ഥിതിയാണ് ഇസ്രായേലിൻ്റെ നഗരത്തിലെല്ലാം കാണാൻ സാധിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതത്തോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത വിധം ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിശക്തമായിരിക്കുന്ന ബോംബാക്രമണവും അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണവും നടത്തുന്നുണ്ട് എന്ന തരത്തിലാണ്. ബോംബാക്രമണം സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാത്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ അതും കാണാൻ വേണ്ടി സാധിക്കുന്നു. യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് കയറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും ഇതുവരെ ഇറാൻ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനാസ്പദമായിരിക്കുന്ന സംഭവം ഇപ്പോൾ ഉണ്ടായത്, അത് കഠിനമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് ഇപ്പോൾ എത്തിയത് ഇറാൻ ഇസ്രായേലിൻ്റെ നെസറ്റ് ആക്രമിച്ചു. നെസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് പോലെയുള്ള സംവിധാനമാണ്. ആ പാർലമെൻറ്റ് ആക്രമിച്ചു എന്ന് മാത്രമല്ല, അതിൽ വെച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോ പ്രധാനമായിരിക്കുന്ന ഒരാളോ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല, ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആ മേഖലയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായതും ആംബുലൻസ് വരുന്നതും ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആർക്കാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും ഇസ്രായേൽ പുറത്തു വിട്ടിട്ടില്ല എന്ന് ചുരുക്കം. അതോടനുബന്ധിച്ച് തന്നെ ഇറാഖിലെ അമേരിക്കയുടെ എംബസി കത്തിച്ചു. ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം 2 പ്രാവശ്യമെങ്കിലും എംബസി കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയും പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ അമേരിക്കയുടെ സൈനികരോട് സുരക്ഷാ മേഖലയിലേക്ക് മാറാനും പുറത്തിറങ്ങി നടക്കരുതെന്നും വലിയ നിർദ്ദേശ കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. സുരക്ഷിതത്വമില്ലാത്ത, അതായത് അമേരിക്കയുടെ എംബസികൾക്കും ബേസുകൾക്കും സുരക്ഷിതത്വമില്ലാത്ത രാജ്യമാണ് ഇറാഖ് എന്ന് മുൻപേ പറയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇറാൻ ഇപ്പോൾ നെസറ്റ് ആക്രമിച്ചതോടുകൂടി പിന്നീട് വൈകാരികമായിരിക്കുന്ന ഒരു പ്രതികരണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പ്രതികരണം എന്ന് പറയുന്നത്, ഇറാൻ്റെ ഗ്യാസ് മേഖല ആക്രമിക്കപ്പെട്ടു. പെട്രോളിയത്തിനോട് ചേർന്നിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് എന്നാണ് അതിൻ്റെ പേര്. ഈ മേഖല ഇസ്രായേൽ ബോംബിടുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ഒരു ഭാഗം മാത്രമാണ് കത്തിയത് തന്നെ കെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് മേഖലയായിട്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്നത്. അവരുടെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട, ഇറാൻ്റെ വൈദ്യുതി എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിംഹഭാഗവും ഇവിടെ നിന്നാണ് വരുന്നത്. ഇത് ഒരു വലിയ രീതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിന് മുറിവേൽക്കുന്ന തരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് ഇറാൻ പ്രതികരിക്കുകയും, വല്ലാതെ വൈകാതെ തിരിച്ചടി ഉണ്ടാവും, നിങ്ങളതിന് കാത്തിരിക്കണം, ലോകത്തെ തങ്ങളത് കാണിക്കുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയത്തോടനുബന്ധി പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ സംഭവം എന്ന് പറയുന്ന സമയത്ത് അതിനുശേഷം പിന്നീട് ഇറാൻ അവരുടെ ആയുധങ്ങൾ പുറത്തെടുക്കുകയും ശക്തമായിരിക്കുന്ന ആക്രമണം, അമേരിക്കക്ക് ബേസുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അത് പെട്രോൾ കെമിക്കൽ കേന്ദ്രങ്ങളും എണ്ണപ്പാടും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി. ഏകദേശം 8 രാജ്യത്തോളം ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. അതിൽ സൗദിയും ഖത്തറും UAE ഒക്കെ ഉണ്ട്. തങ്ങളുടെ പെട്രോളിയത്തിന് നേരെ ആക്രമണം നടത്തുകയോ തങ്ങളുടെ ഗ്യാസ് മേഖലയ്ക്ക് നേരെ ആക്രമണം നടത്തുകയോ ചെയ്താൽ അമേരിക്ക ഏതൊക്കെ രീതിയിലാണോ ഇടപെടുന്നത് മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ മേഖലയിൽ അതിനേക്കാൾ ശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങൾ തിരിച്ചടിക്കും. ഇറാൻ പട്ടിണി കിടന്നാൽ ലോകം പട്ടിണി കിടക്കും എന്ന് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ പ്രയാസമുണ്ടെങ്കിൽ ലോകം അത് അനുഭവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കർക്കശമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഒന്നും കൂടി കഠിനമാക്കിയിരിക്കുന്നു. ലോകത്തുള്ള പരമാവധി രാജ്യങ്ങളോടൊക്കെ സഹായിക്കാൻ വേണ്ടി കപ്പലിനെ അയക്കണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അത് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളുമായിട്ട് യുദ്ധമില്ലാത്തൊരു രാജ്യത്തെ വെറുതെ എന്തിനാണ് ശത്രുപക്ഷത്തേക്ക് നിർത്തുന്നത്? ഇത് മാറി 3-ാം ലോക യുദ്ധം ആവില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം നേർക്ക് നേരെ മുഖാമുഖം റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ പരസ്യമായിരിക്കുന്നു. അപ്പോൾ ഒരു ഇറാൻ മാത്രമല്ല ഉള്ളത്, ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ട് ഇറാൻ ഒറ്റക്കല്ല എന്നുള്ളത്. അപ്പോൾ കൊറിയ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. കാര്യം കൊറിയയുടെ മിസൈൽ പോലും ഇസ്രായേൽ പതിച്ചിട്ടുണ്ട്. അത് ശക്തമായിരിക്കുന്നതാണ് കൊറിയൻ്റെ മിസൈൽ എന്ന് പറയുന്നത്. പൊട്ടിത്തെറിച്ച് കിലോമീറ്ററോളം അതിൻ്റെ കഷ്ണങ്ങൾ ചെതറിപ്പോകുന്ന തരത്തിലാണ് അതിൻ്റെ നിർമ്മിതി തന്നെ. അതിൻ്റെ നാശങ്ങളും നാശത്തോട് അനുബന്ധമായിട്ട് ഉണ്ടാകുന്ന പ്രവർത്തനവും എന്താണെന്ന് പോലും പറയാൻ പറ്റാത്ത വിധമാണ്. കാര്യം ഇതിൽ 1-2 അപൂർവമായിരിക്കുന്ന മിസൈലുകൾ മാത്രമാണ് കൊറിയ പരീക്ഷിച്ചത്. ബാക്കിയെല്ലാം പരീക്ഷിക്കാൻ വേണ്ടി
വേണ്ടി ഇറാൻ്റെ കൈവശത്തിൽ കൊടുത്ത് എന്നാണ് പറയപ്പെടുന്നത്. അത് ഇറാൻ ആണെങ്കിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോൾ പരമാവധി ഇറാൻ ഉപയോഗിക്കുന്ന മിസൈലുകളൊക്കെ കൊറിയയുടേതാണ് എന്ന് പറയുന്നു. കൊറിയയുടെ ഇറാൻ്റെ മിസൈൽ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് വെച്ചുകൊണ്ട് കൊറിയയുടെ മിസൈൽ ഇട്ടുകൊണ്ട് പരീക്ഷിക്കുന്ന രീതിയാണ്. അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ റഷ്യ നൽകിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു. അങ്ങനെയാണ് നെസറ്റിൻ്റെ നേരെ കേന്ദ്രീകൃതമായ രീതിയിൽ ആക്രമണം നടത്തിയത്. മന്ദിരങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സൈനിക മേഖല, മന്ദിരങ്ങൾ പോലെയുള്ള ഏറ്റവും സുരക്ഷിത മേഖല ഒന്നുകൂടി സുരക്ഷിതമാക്കാനും അതിനൊക്കെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിരീക്ഷിക്കാൻ ഒരു സംവിധാനത്തെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മൊസാദിൻ്റെ കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ട്, സൈനിക കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ട്, ആണവായുധ കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ട്, എയർപോർട്ടും സീപോർട്ടും ആക്രമിച്ചിട്ടുണ്ട്. സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 12 ദിവസം നീണ്ടുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലത്തെക്കുറിച്ചും യഥാർത്ഥ ലോകത്തിന് അറിയില്ലായിരുന്നു, പ്രത്യേകിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്ക് അറിയില്ല. അതുകൊണ്ടാണ് 12 ദിവസത്തെ യുദ്ധത്തിൽ ഏറെക്കുറെ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ മിസൈലുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചിട്ടുണ്ട്, ശേഖരിക്കപ്പെട്ടതിൽ 70% നശിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത കണക്ക്. ഏറെക്കുറെ അമേരിക്ക കൊടുത്ത കണക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ സ്ഥിതിക്ക് മാറ്റം വന്നു. ആ മാറ്റം വന്നത് അല്ലെങ്കിൽ ഇത് തെറ്റായ റിപ്പോർട്ടാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഫസ്റ്റത്തെ ദിവസം തന്നെ, ആദ്യത്തെ ദിവസം തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയതോട് കൂടിയിട്ട് പിന്നീട് ഏത് തരത്തിലാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഇറാന് പോലും അറിയാത്ത വിധം നൂറുകണക്കിന് മിസൈലുകളാണ് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇസ്രായേലിൻ്റെ തെരുവിലും നഗരത്തിലും എയർപോർട്ടിലും സീപോർട്ടിലുമായിട്ട് വീണ് പൊട്ടിയത്. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരിപ്പോഴും 2 ആളാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും അതിന് മറ്റൊരു വശം. അത് പിന്നെ അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അറബ് മീറ്റിംഗ് അടിയന്തരമായി കൂടുന്നുണ്ട്. കൂടിയതിന് ശേഷം ഇറാനോട് ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് ഇറാൻ പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, തങ്ങൾ ആക്രമിച്ചാൽ തങ്ങൾ ആക്രമിക്കും, നിങ്ങളുടെ മേഖലയിൽ ഒരിക്കലും അമേരിക്ക സുരക്ഷിതമല്ല, അവരുടെ രാജ്യം വിട്ട് പോകാൻ വേണ്ടി പറയും, അവരുടെ രാജ്യത്ത് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ജീവിക്കൂ, എന്ത് സുരക്ഷിതമാണ് അമേരിക്ക ഉള്ള കാരണത്താൽ നിങ്ങൾക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ലായിരുന്നു. ഖത്തറിനെ ആക്രമിച്ചു, അത് ആക്രമിച്ചതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചിട്ടില്ല, തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് ഏകോപനത്തോടു കൂടി ഞങ്ങൾക്കെതിരെ ആക്രമിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്, അത് ശരിയല്ല എന്ന കാര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ എത്രത്തോളം നാശമുണ്ടാവും ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പെട്രോൾ ഖനികളുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയാൻ പോലും പറ്റില്ല, ഊഹിക്കാൻ പോലും പറ്റില്ല. വലിയ എണ്ണക്കനികൾക്കൊക്കെ തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷമായാൽ പോലും തീ കെടില്ല എന്നുള്ളതാണ്. അത് ഇറാഖ് കുവൈറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റിൻ്റെ ഭൂമിയിൽ നിന്ന് ഇറാഖിൻ്റെ സൈന്യം പിരിഞ്ഞു പോകുന്ന സമയത്ത് 10ഓളം ഈ കുവൈറ്റിൻ്റെ എണ്ണക്കിണറിന് വേണ്ടിയിട്ട് ഇവർ തീ കൊടുത്തിട്ടുണ്ട് ഇറാഖിൻ്റെ സൈന്യം. 2 എണ്ണക്കിണർ കെടുത്താൻ വേണ്ടി സാധിച്ചത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം. അതുവരെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രക്ക് ഭയാനകരമാണ് എണ്ണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മാത്രവുമല്ല അവിടുത്തെ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റൂല, വിൽപ്പന നടത്താൻ വേണ്ടി പറ്റൂല. ഏതെങ്കിലും തരത്തിൽ ഉൽപ്പാദിപ്പിച്ചാലോ അത് വിൽക്കണമെങ്കിൽ ഓർമോസ് കടലിൽ കടന്നുകൊണ്ട് പോകണം, അത് ഇറാനായിട്ട് സമ്മതിക്കുകയില്ല. സാമ്പത്തിക മേഖലയും പെട്രോളിയം മേഖലയും ആകെ തകർന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് തുടങ്ങിയത്, നിങ്ങളത് അവസാനിപ്പിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ നേരെയാണ് ഇറാൻ ആക്രമിക്കുന്നത്, അതിൻ്റെ കാരണം നിങ്ങളാണ്. അപ്പോൾ നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സൈനിക ബേസ് ഇവിടെ നിലനിൽക്കുന്നു എന്നതിനാൽ അതിൻ്റെ പ്രയാസം തങ്ങൾ അനുഭവിച്ചു വരുന്നു എന്ന് പോലും UAE ഭരണാധികാരികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും സാഹചര്യം സങ്കീർണമായിട്ട് തന്നെ പോകുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ യുദ്ധം കഠിനമാകുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും അതോടെ തന്നെ ആക്രമണത്തിൻ്റെ പരമ്പരയും പെരുമയും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട രീതിയിൽ അതായത് അതിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലം കുറഞ്ഞു എന്ന് ഇവർ മനസ്സിലാക്കിയിരുന്നു. അഥവാ മിസൈലിൻ്റെ തോത് ആദ്യത്തെ അപേക്ഷിച്ച് വല്ലാതെ കുറഞ്ഞ സമയത്ത് ഇസ്രായേൽ ഇപ്പോൾ കുരുട്ടായിട്ടേ മനസ്സിലാക്കൂ. അവർ മനസ്സിലാക്കുന്നത് ഇറാൻ്റെ കയ്യിൽ ശേഷിപ്പ് ഒന്നുമില്ല, ആയുധങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ സൗത്ത് പാർസ് ഗസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഗ്യാസ് ഫീൽഡിലേക്ക് ഇവരെന്ത് ചെയ്യുന്നത്,
യുദ്ധവിമാനത്തെ അയക്കുന്നു, ബോംബിടുന്നു. അതോടുകൂടി ഇറാൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു, തിരിച്ചടിക്കുന്നു. ആ തിരിച്ചടിക്ക് മുമ്പിൽ ഇസ്രായേലും അമേരിക്കയും പതറിപ്പോകുന്നത് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചു. തങ്ങളുടെ നാശം അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾക്കുള്ള നാശമാക്കി തങ്ങൾ ക്ലിയറാക്കും എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി അറേബ്യൻ മേഖലയിലെല്ലാം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്, ഇതിന് പ്രതികാരമായിട്ട് എന്നുള്ള വിവരവും അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് ഇപ്പോഴും അക്രമം തുടർന്നു വരുന്നുണ്ട് എന്നുകൂടിയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.